ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് ഇവിടെ കിഡിലൻ സത്യസന്ധമായ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദിക്സിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മൾ ഓപ്പണിംഗ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലിയർ ആയിട്ട്. കാരണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയല്ല. കാരണം ഇതിൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഇത് റിയൽ തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാനത് ഓപ്പണിംഗ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് റിവ്യൂ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനിത് 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു കേട്ടോ. നല്ല കിടിലനായിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്കിതിൽ കിട്ടിയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിതിൽ ഫസ്റ്റ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറോ ആണ് കേട്ടോ. അതാ കണ്ടില്ലേ, ഈ ഒരു സിറോ ആണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഡെയിലി നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മൾ സ്കാൽപ്പിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മോർണിംഗ് നോർമലായിട്ട് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കളഞ്ഞു. പ്ലെയിൻ വാട്ടറിൽ തന്നെ ഞാൻ വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്തത് കേട്ടോ. അത് ഞാനൊരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ വീക്ക്ലി ട്വൈസ് മാത്രമാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം നമ്മൾ നോർമലായിട്ട് ഹെയർ ഫാൾ ഉണ്ടായിരുന്നത്, കുറച്ച് കൂടുതൽ ഹെയർ ഫാൾ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതായത് ഒരുപാട് ഹെയർ ഫാൾ അല്ല കേട്ടോ, എനിക്ക് അത്ര ഒരുപാടൊന്നും ഹെയർ ഫാൾ ഇല്ല. കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള റെമഡീസ് ഒരുപാട് ഹെയറിൽ ചെയ്യുന്നത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ സ്പാ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ വീഡിയോസിലെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെയർ ഫാൾ അത്യാവശ്യം കുറവ് തന്നെ ആയിരുന്നു. പക്ഷേ എങ്കിലും അത്യാവശ്യം ഒരു കുറച്ച് മുടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ മുടിൻ്റെ ഹെയർ ഫാൾ ഉണ്ടല്ലോ, ഈ മുടി പോകുന്നത് വളരെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു മുടി പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കേട്ടോ. കാരണം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ അതൊന്നും ബേസ് ചെയ്തിട്ടല്ല കേട്ടോ. നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും. ഇനിയിപ്പോൾ ഇതുകൊണ്ട് തന്നെയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് തീരെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ വിചാരിച്ചു ഈവനിങ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ, സത്യസന്ധമായ ഈ ഒരു റിവ്യൂ പറയണം എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. നല്ല കിടിലൻ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്നുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കുറേ യൂസ് ചെയ്തു റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കാരണം എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഇങ്ങനൊരു അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ഹെയറും സ്കാൾപ്പിൻ്റെ കണ്ടീഷൻസും പിന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഡയറ്റ് ഒന്നും നോർമൽ ആയിരിക്കില്ല, എല്ലാവരും സെയിം ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഹെയർ ഫാളിൽ ഡിഫറൻസ് വരുന്നതും. ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ജെന്യൂനായിട്ട് ഞാൻ പറയാണ് കേട്ടോ, എനിക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ നല്ല കിടു റിസൾട്ടാണ് കിട്ടിയത്. ഇന്ന് ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, അതൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഓയിൽ ഞാൻ 2 തവണ യൂസ് ചെയ്തു. നന്നായിട്ട് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഷാംപൂ വാഷ് ചെയ്യണമെങ്കിൽ ഷാംപൂ വാഷ് ചെയ്ത് കളയാം. ഷാംപൂ വാഷ് ചെയ്യേണ്ടി വരും. നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യേണ്ട. കാരണം ആ ഒരു ഓയിൽ അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിന്നോട്ടെ ഹെയറിൽ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണമാണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ. ഇപ്പം ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ പോകുന്നത് കൊണ്ട് നമുക്കത് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഉള്ള കുറച്ച് മുടി ഒട്ടിപ്പിടിച്ച പോലെ കിടക്കും. എണ്ണ തേക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവർ തന്ന ആ ഒരു ഷാംപൂ ഉണ്ടല്ലോ, ആ വേദിക്സിൻ്റെ ആ ഒരു ഷാംപൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. ആ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറയാലോ ആ ഒരു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ സ്പാ ക്രീമൊക്കെ സാധാരണ നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം മുടി നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് മുടി. പിന്നെ ഈ ഒരു ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐറ്റം കണ്ടില്ലേ, ഇത് എന്താ പറയുക, ഈ ഒരു ചെറിയ ബോട്ടിൽ കണ്ടില്ലേ, ഇതൊന്ന്, ഇത് ബൂസ്റ്റർ ഓയിലാണ്.
അപ്പോൾ തിക്ക് ഹെയർ, അതായത് മുടി തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തുള്ളൂ കേട്ടോ. ഇത് ഈ ഒരു ആഴ്ചയിൽ ഞാൻ ഒരു തവണയേ യൂസ് ചെയ്തിട്ടുള്ളൂ. സിറമാണ് നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് സ്കാൾപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. രാവിലെ പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്തു. അപ്പോൾ ഓയിലാണെങ്കിലും 2 തവണയേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഷാമ്പു നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാമ്പു ആവശ്യം വരുമല്ലോ, അതുകൊണ്ട് സിറം യൂസ് ചെയ്യുമ്പോൾ ഷാമ്പൂവിൻ്റെ ആവശ്യം വരില്ല. കാരണം നമ്മൾ മോർണിംഗ് നോക്കുമ്പോൾ തന്നെ മുടിയിലൊക്കെ നന്നായി അത് പിടിച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ വേറെ അങ്ങനെ ഒട്ടിപ്പിടിക്കലോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഈ സിറം നല്ലതാണ്, നോർമലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ നോർമൽ വാഷിന് ചെയ്താൽ മതിയാവും. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയണം. കണ്ടീഷണറിൻ്റെ ആവശ്യം വന്നില്ല. അത്രയും സോഫ്റ്റായി മുടിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, മുടിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമല്ലോ, അത് തന്നെ എനിക്ക് ചേഞ്ച് ആയ പോലെ തോന്നി. കാരണം ആ ഒരു റഫായിരുന്നത്, ഞാൻ പലതവണ സ്പാ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ റഫ്നെസ് മാറുക. നമ്മൾ സ്പാ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ നന്നായിട്ട് മുടി റഫാകുന്നുണ്ടെങ്കിൽ സ്പാ ക്രീം യൂസ് ചെയ്യുക, കണ്ടീഷണറെക്കാളും അതാണ് ബെറ്റർ. മുടി വളരാനും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് സ്പാ ക്രീം കൂടെ യൂസ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തപ്പം അത്രയും സോഫ്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മുടി കിടന്നു. നല്ല എന്താ പറയുക, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു വേദിക്സിൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഓരോ ദിവസവും ശ്രദ്ധിച്ചു, മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇന്ന് ടോട്ടലി 1 വീക്ക് കൊണ്ട് തന്നെ എനിക്ക് ടോട്ടലി നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ സ്കാൾപ്പ് കണ്ടീഷനും ഹെയറും ഈ ഡയറ്റും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആരോടും ഞാൻ വാങ്ങി യൂസ് ചെയ്യണമെന്നൊന്നും പറയില്ല. എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ആരെങ്കിലും വാങ്ങണം യൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുതിട്ട് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ്. ബൈ ബൈ.